അമിത്ഷാ കൊലക്ട് കേസിലാണ്, 302 കേസിലാണ്, എന്താ ഫേക്ക് എൻകൗണ്ടർ. ജയിലിൽ പോയി, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലിട്ടു. ജാമ്യാവസ്ഥയിൽ ഗുജറാത്തിൽ കാലുകുത്തരുതെന്ന് പറഞ്ഞു. ഗുജറാത്തിൽ പോയില്ല അമിത്. ഹി വെൻ ത്രൂ ഓൾ ദി സഫറിംഗ്. മോദി CBIയുടെ മുമ്പിൽ ഹാജരായി, സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പിൽ ഹാജരായി. ഈ 2 തവണ ഹാജരാകുമ്പോഴും അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനെ, തോമസ് ഐസക്കിനെ പോലെ സമൻസ് ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി കയറി ഇറങ്ങുന്ന പരിപാടിയിൽ പോയി വരണം. വരാൻ കേട്ടോ, എപ്പോഴാണ് വരണ്ടേ? നാളെ രാവിലെ. ആയിക്കോട്ടെ, 8 മണി, 8 മണി, 7 മണിയാക്കാം, ആയിക്കോട്ടെ. ദിസ് വാസ് മോദി. ഞാനൊരു കാര്യം മാത്രമേ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഒരു കാര്യം ആലോചിക്കും. ഇന്ത്യ മഹാരാജ്യത്തിൽ 2ാം തവണ പ്രധാനമന്ത്രിയാകുക, അതും നെഹ്റു കുടുംബത്തിന്റെ ഇതില്ലാതെ, സപ്പോർട്ട് ഇല്ലാതെ. ഇവർക്ക് അറിയില്ല മോദിയുടെ റേഞ്ച് ഉണ്ടല്ലോ. ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. അമിത്ഷായുടെ റേഞ്ച്, എഫിഷ്യൻസി അൺഇമാജിനബിൾ.